So welcome my dear students. So welcome to another problem solving section of CSpark Academy. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലം the compound that is not aromatic in nature. ഓക്കെ, എപ്പോഴും എക്സാമിനേഷന് അരോമാറ്റിസിറ്റി ടോപ്പിക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് the compound that is not aromatic, അരോമാറ്റിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട്. സോ അരോമാറ്റിക് ആവാനായിട്ട് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. സിമ്പിളായിട്ട് ഇപ്പോൾ ചുരുക്കി ഒരു നമ്മൾ നോക്കേണ്ട കാര്യം ഞാൻ പറയാം. ക്രൈറ്റീരിയാസ് അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളിലെല്ലാം സൈക്ലിക് സ്ട്രക്ചേഴ്സ് ആയിരിക്കും തരാം. സോ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്ലിക് ആണോ നോക്കണം. ഓക്കെ, രണ്ട് ഹൈബ്രിഡൈസേഷൻ ചെക്ക് ചെയ്യണം. യു ഹാവ് ടു ചെക്ക് ദ ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, യു ഹാവ് ടു ചെക്ക് ദ ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ SP2 അതല്ലെങ്കിൽ SP ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കണം. SP2 അല്ലെങ്കിൽ SP ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കണം. അപ്പോൾ ദെൻ ഹക്കൽസ് 4n+2 റൂൾ ഒബേ ചെയ്യുന്നുണ്ടോ നോക്കണം. ഹക്കൽസ് 4n+2 റൂൾ. ഓക്കെ, സോ നമുക്കെല്ലാം അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹൈബ്രിഡൈസേഷൻ SP2 or SP ആണെങ്കിൽ പിന്നെ അത് പ്ലാനാർ ആയിരിക്കും. ഇറ്റ് വിൽ ബി പ്ലാനാർ. ദെൻ ഡീലോക്കലൈസ്ഡ് ആയിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനോട് കണക്ട് ചെയ്തിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ സൈക്ലിക്, നമ്മൾ ഡീലോക്കലൈസ്ഡ്, കോഞ്ചുഗേറ്റഡ്, അങ്ങനെ പല രീതിയിൽ നമ്മൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഡെഫിനിഷൻസ് അരോമാറ്റിസിറ്റിയിൽ എഴുതാറുണ്ട് അല്ലേ. ഓക്കെ, സോ നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. സോ ഇവിടെ ഫസ്റ്റ് എ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിൽ ഹൈബ്രിഡൈസേഷൻ ചെക്ക് ചെയ്യുകയാണ്. ഇതിന് ഏറ്റവും ഈസി മെത്തേഡ് നമുക്ക് അരോമാറ്റിസിറ്റി, അതായത് നമ്മൾ ആരോ റെപ്രസെൻറ്റേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സോ കാർബോകാറ്റയോൺ ആണ്. സോ SP2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഡബിൾ ബോണ്ട് സിസ്റ്റംസ് എല്ലാം SP2 ഹൈബ്രിഡൈസ്ഡ് ആണ്. കണ്ടോ, അപ്പോൾ ഇത് SP2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ദിസ് കാർബൺ ഈസ് SP2 ഹൈബ്രിഡൈസ്ഡ്. ദിസ് കാർബൺ ഈസ് SP2 ഹൈബ്രിഡൈസ്ഡ്. ദിസ് കാർബൺ ഈസ് SP2 ഹൈബ്രിഡൈസ്ഡ്. This is SP2 hybridized. This is SP2 hybridized. Total electrons നമ്മൾ കൗണ്ട് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ p ഓർബിറ്റൽ n is equal to 0 വരുമ്പോൾ 2 pi ഇലക്ട്രോൺസ്, n is equal to 1 വരുമ്പോൾ 6 pi ഇലക്ട്രോൺസ്, അങ്ങനെയാണ് പോകുന്നത്. സോ നമ്മൾ ഈ ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ p ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസ് ആണ്. നമ്മൾ ഹൈബ്രിഡൈസേഷൻ SP2 ആണ് ചെയ്തത് അല്ലേ. സോ ഈ ഡബിൾ ബോണ്ട് സിസ്റ്റംസ് എല്ലാം p ഓർബിറ്റൽസിലാണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എ എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ ആക്ച്വലി എ എന്ന് പറയുന്ന കോമ്പൗണ്ട് നിൽക്കുന്നത് ഈ രീതിയിലാണ് p ഓർബിറ്റലിൽ. ജസ്റ്റ് ഐ വിൽ ഡ്രോ ദ സ്ട്രക്ചർ. യു ക്യാൻ സീ ദേ ഈ ഒരു p ഓർബിറ്റലുണ്ട്. ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്, ലൈക്ക് ദിസ് ഹിയർ. കാരണം SP2 ആണ് എല്ലാത്തിനും ഹൈബ്രിഡൈസേഷൻ. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇതേ ഓരോ ഇലക്ട്രോൺ വെച്ചിട്ട് ഓരോന്നും ഡബിൾ ബോണ്ട് സിസ്റ്റംസ് എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് ഇവിടുത്തെ p ഓർബിറ്റലിൽ ഒരു പോസിറ്റീവ് ചാർജാണ് കാണാൻ പറ്റുക. സോ ടോട്ടൽ അവിടെ 2, 4, 6 pi ഇലക്ട്രോൺസ് ആണ് ഡീലോക്കലൈസ് ചെയ്യുന്നത്. ഹക്കൽസ് റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് കോമ്പൗണ്ട് ഈസ് അരോമാറ്റിക്. ആദ്യത്തെ കോമ്പൗണ്ട് എന്താണ്? അരോമാറ്റിക് ആണ്. പിന്നെ വാട്ട് അബൌട്ട് ബി? എന്താണ് ബിയുടെ അവസ്ഥ? ബി എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ നമ്മൾ നേരത്തെ കണ്ടു ഇതെല്ലാം SP2കളാണ്. അപ്പോൾ ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നില്ല. ഡബിൾ ബോണ്ട് സിസ്റ്റംസ് എല്ലാം SP2 ആണ്. വാട്ട് അബൌട്ട് ദിസ് കാർബൺ? എന്തായിരിക്കും ഈ കാർബണിൻ്റെ അവസ്ഥ? ആ കാർബണിൽ നമുക്കൊരു നെഗറ്റീവ് ചാർജാണ് കാണാൻ പറ്റുന്നത് അല്ലേ. നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ അവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 2 ഇലക്ട്രോൺസ് p ഓർബിറ്റലിലാണോ അതോ SP3ലാണോ SP2ലാണോ SP ഓർബിറ്റലിലാണോ നമുക്കറിയണം. സോ ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. അപ്പോൾ നമുക്കറിയാവുന്നൊരു ഷോർട്ട് ടെക്നിക്ക് ഉണ്ട്. അതായത് ഒരു ആറ്റം, ആ ആറ്റത്തിൻ്റെ കയ്യിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആ ഇലക്ട്രോൺസ് ഒരു SP2 ഹൈബ്രിഡൈസ്ഡ് ആറ്റത്തിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് റെസണൻസ്. അങ്ങനെ റെസണൻസ് വന്നു കഴിഞ്ഞാൽ ഈ 2 ഇലക്ട്രോൺസ് ഏത് ഓർബിറ്റൽസിലായിരിക്കും ഒക്യുപ്പൈ ചെയ്യുക? p ഓർബിറ്റൽസിലായിരിക്കും. ആൻഡ് പ്രോബബിളി അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? SP2 ആയിരിക്കും. ശ്രദ്ധിക്കണം, ഇത് നമുക്ക് ഷോർട്ട് കട്ടാണ്. ഓക്കെ, SP2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഈ 2 ഇലക്ട്രോൺസ് ദേ യു ക്യാൻ സീ റെസണൻസ് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ലൈക്ക് നമ്മൾ സാധാരണ ഇതിൽ കാണുന്ന പോലെ പൈറോള്, ഫ്യൂറാൻ, തയോഫിനിലൊക്കെ കാണുന്ന പോലെ തന്നെ. സോ ഈ 2 ഇലക്ട്രോൺസും ഈ കാർബൺ ഹൈബ്രിഡൈസേഷൻ എന്താണ്? SP2ലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ കേസിൽ എന്താ പറയുക, പോസിറ്റീവ് ചാർജിന് പകരം അവിടെ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഇവിടെ 6 pi ഇലക്ട്രോൺസിൻ്റെ കൂടെ 2 കൂടി വരുമ്പോൾ 8 pi ഇലക്ട്രോൺസ് വന്നു. അപ്പോൾ 8 വന്നു കഴിഞ്ഞാൽ അത് ആൻറ്റി അരോമാറ്റിക് നേച്ചറിലോട്ട് പോയി അല്ലേ. അപ്പോൾ ഇത് അരോമാറ്റിക് ആണ്. ഇതേതാണ്? ആൻറ്റി അരോമാറ്റിക് ആണ്.
സോ ദിസ് ഈസ് ആൻറ്റി അരോമാറ്റിക്. വാട്ട് അബൌട്ട് സി? അപ്പോൾ സി നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി, ഇറ്റ് ഈസ് നോട്ട് അരോമാറ്റിക്. ആൻസർ ഈസ് ബി. നമുക്ക് സി ഒന്ന് ചെക്ക് ചെയ്യാം. സിയിൽ ഇതേ 2 ഡബിൾ ബോണ്ട് സിസ്റ്റംസ്. അപ്പോൾ ആ 4 കാർബൺസ് sp2 ആണ്. നെഗറ്റീവ് ചാർജ് കണക്റ്റഡ് ടു sp2. സോ ദിസ് ഈസ് ഓൾസോ sp2. 2 4 6 അവിടെയും 6 pi ഇലക്ട്രോൺസ് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ദിസ് ഈസ് ഓൾസോ അരോമാറ്റിക്. വാട്ട് അബൌട്ട് ഡി? ഡി നോക്കുമ്പോൾ ദേ ഡബിൾ ബോണ്ട്. ആ 2 കാർബൺ sp2 ആണ്, ഈ 2 കാർബൺ sp2 ആണ്, ഈ 2 കാർബൺ sp2 ആണ്. നെഗറ്റീവ് ചാർജ് കണക്റ്റഡ് ടു sp2 ആണ്. നെഗറ്റീവ് ചാർജ് കണക്റ്റഡ് ടു sp2 ആണ്. സോ ടോട്ടൽ 2 4 6 8 10. സോ ദിസ് ഇവിടെ എത്ര പൈ ഇലക്ട്രോൺസ് ആണ്? 10 പൈ ഇലക്ട്രോൺസ് ആണ്. 10 പൈ ഇലക്ട്രോൺസ് വരുമ്പോൾ അതും എന്തായിട്ട് മാറും? അരോമാറ്റിക് ആയിട്ട് മാറും. സോ അവർ ആൻസർ ഈസ് ബി. കേട്ടോ, ആൻസർ ഈസ് ബി. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം. കേട്ടോ, താങ്ക് യു.